റിനോസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഒരു എഗ് പപ്സിൻ്റെ റെസിപ്പിയാണ്. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു എഗ് പപ്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 5 മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് വേണം ഇത് പുഴുങ്ങിയെടുക്കാൻ. എഗ് പപ്സിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 വെല്ലുള്ളി ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളി വഴന്ന് കിട്ടും. അപ്പോൾ ഉള്ളി ഇവിടെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി, അതോടൊപ്പം തന്നെ വെളുത്തുള്ളി, പിന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള ഒരു പച്ചമുളകും കൂടെ ചേർത്തിട്ട് ഇത് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു ടേസ്റ്റിന് മാത്രം ഗരം മസാല ആഡ് ചെയ്യാം. ഇതൊക്കെ ചേർത്തിട്ട് വീണ്ടും നമുക്കൊന്ന് വഴറ്റിയെടുത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം പോകുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേറൊരു ബൗൾ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ പുഴുങ്ങിയെടുത്ത മുട്ട ഞാൻ തോടൊക്കെ കളഞ്ഞിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പപ്സ് തയ്യാറാക്കി എടുക്കാൻ ഇതാ സമൂസൻ്റെ ഷീറ്റാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 സമൂസ ഷീറ്റ് വേണം നമുക്ക് ഒരു പപ്സിന് വേണ്ടിയിട്ട്. ഒരു ഷീറ്റ് ഇങ്ങനെ വെച്ചിട്ട് അതിന് മുകളിലായിട്ട് മറ്റേ ഷീറ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ മസാല വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ 1 സ്പൂണ് മസാല ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് വേണം ഇതെടുക്കാൻ. മസാല വെച്ചെടുത്തിട്ട് 1 സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് ഒരു മുട്ട നമുക്ക് നടുകെ കീറിയിട്ട് അതിൻ്റെ ഒരു പകുതി ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ ഈ ഒരു ഭാഗം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് തേച്ച് കൊടുത്തിട്ട് ഒട്ടിച്ചെടുക്കുക. ഒരു ബോക്സിൻ്റെ ഷേപ്പിലാണ് നമ്മളിത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇത്രയേ ഉള്ളൂ. ഇതുപോലെ വേണം നമ്മൾ ബാക്കിയുള്ളതും തയ്യാറാക്കി എടുക്കാൻ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഫില്ല് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ടുണ്ട് ഇപ്പോൾ അത് ഓയിൽ. ഇതിലേക്ക് ഓരോന്ന് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സമൂസ എങ്ങനെയാണോ ഫ്രൈ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ തിരിച്ചും മറിച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണ നല്ല ചൂടായാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം കെട്ട് കളറ് മാറി കരിയണ പോലെ ആവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പപ്സ് ഇത് തയ്യാറാക്കി എടുക്കാൻ. പപ്സ് എന്നല്ല, സമൂസയാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിവിടെ ആയിട്ടുണ്ട്. നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പപ്സൊക്കെ അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വാരാൻ വേണ്ടിയിട്ട് ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ക്രിസ്പി ആയിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെടും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുന്നതായിരിക്കും.